ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമുക്ക് മെഷീനൊന്നും ഉപയോഗിക്കാതെ നമ്മളെ കൈ വെച്ചുകൊണ്ട് നമുക്കിനി ക്ലോത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊക്കെ ഞാൻ എൻ്റെ കൈ വെച്ച് ചെയ്ത വർക്കുകളാണ് കേട്ടോ. ഇത് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് ചെയ്ത വർക്കുകളാണ്. മുഴുവനായും ഞാൻ തുന്നിയെടുത്തതാണ്. ഇത് ക്ലോത്തിലല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്, ഓർഗാനിക് പേപ്പറിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇത് നമുക്ക് ക്ലോത്തിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് രണ്ട് സ്റ്റിച്ചാണ് ആവശ്യം. ഇതൊക്കെ എംബ്രോയ്ഡറി വർക്കിനായിട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ. ഇതിൽ നമുക്ക് 2 സ്റ്റിച്ചാണ് മെയിനായിട്ട് വേണ്ടത്. അത് ക്ലോത്ത് തുന്നിയെടുക്കാനായിട്ടുള്ള സ്റ്റിച്ചാണ് കേട്ടോ. അതൊന്ന് റണ്ണിങ് സ്റ്റിച്ചും മറ്റേത് ബാക്ക് സ്റ്റിച്ചുമാണ്. ഇതാണ് കേട്ടോ അത്. ഫസ്റ്റ് കാണുന്നത് റണ്ണിങ് സ്റ്റിച്ച്, രണ്ടാമത് കാണുന്നത് ബാക്ക് സ്റ്റിച്ച്. ഇത് എങ്ങനെയാണ് തുന്നിയെടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാവില്ല, അറിയാത്തവരുണ്ടാവും. തുന്നൽ പഠിക്കാത്തവർക്കൊന്നും ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ 2 സ്റ്റിച്ച് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് തന്നെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. വീട്ടിലിടാനുള്ള ചുരിദാറായാലും അങ്ങനെയുള്ള എന്ത് ആണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു തുണിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാരിയുമെന്ന് മുറിച്ച് മാറ്റിയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ്. ഇപ്പോൾ കോട്ടൻ്റെ തുണിയല്ല, വേറൊരു തുണിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നൂലൊക്കെ കോർത്ത് നന്നായിട്ട് കെട്ടിടുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ കൂടുതൽ അകലം വരാൻ പാടില്ല, ചെറിയ ചെറിയ അകലത്തിലായിട്ട് നമ്മൾ സൂചി ഈ ഒരു രീതിയിൽ എടുക്കുക. ഇതാണ് കേട്ടോ റണ്ണിങ് സ്റ്റിച്ച്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. എന്നിട്ട് സൂചി വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ആയിട്ട് വരും. കുറച്ച് ഇടവിട്ട് ഉള്ള സ്റ്റിച്ചാണ് കേട്ടോ ഇത്. ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. ആദ്യം പഠിക്കേണ്ടത് ഈ ഒരു സ്റ്റിച്ചാണ് കേട്ടോ. വീണ്ടും അതേ രീതിയിൽ ചെറുതായി ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ അവസാനം ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അത് റണ്ണിങ് സ്റ്റിച്ച് നേരെയായി നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കുറേ കാലമായി തുന്നൊന്നും ചെയ്യാത്തത്, അതുകൊണ്ടാണ് നേരെയിലൊന്നും പോകുന്നില്ല. പിന്നെ അതൊരു ഒലഞ്ഞ് കളിക്കുന്നൊരു തുണി കൂടിയാണ് കേട്ടോ. ഒരു സിൽക്ക് പോളിസ്റ്റർ മോഡൽ ഒരു തുണിയാണ്. ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ അവസാനം അതിനൊരു കെട്ടടി കൊടുക്കണം. നമ്മൾ മെഷീനിലൊക്കെ ചെയ്യാകുമ്പോൾ ഒരു കെട്ടടി കൊടുക്കൂലേ, അത് കഴിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി അതുപോലെ ഇതിലും ഒരു കെട്ട് കൊടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് വെച്ച തയ്യൽ കഴിഞ്ഞു പോകില്ല കേട്ടോ. കെട്ടിടുക. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ചും കൂടി ഒന്ന് കാണിച്ചു. ഈ ഒരു തുണിയിൽ തന്നെ ബാക്ക് സ്റ്റിച്ചിന് ആദ്യം സൂചി ഒന്ന് മുകളിലോട്ട് കുത്തിയതിന് ശേഷം നമ്മൾ മുന്നോട്ടല്ല കേട്ടോ തുന്നേണ്ടത്, നമ്മൾ ബാക്കിലേക്കാണ്. അതാണ് ബാക്ക് സ്റ്റിച്ച് എന്നുള്ള പേരും. ഈ ഒരു ബാക്ക് സ്റ്റിച്ചാണ് നമുക്ക് മെഷീനിലൊക്കെ വരുന്ന സ്റ്റിച്ച്. ബാക്കോട് തുന്നിയതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ വെച്ചതിൻ്റെ മുന്നിലേക്കായിട്ടാണ് കേട്ടോ ഇതെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ അതിൻ്റെ കുറച്ച് മുന്നിലായിട്ട് എടുക്കുക. എന്നിട്ട് നേരത്തെ വെച്ചതിൻ്റെ ബാക്കിലേക്ക്, തുന്നി തുടങ്ങിയതിൻ്റെ ബാക്കിലേക്ക് വീണ്ടും അതേ രീതിയിൽ ഉള്ളിൽ കൂടെ കുറച്ച് മുന്നോട്ടായിട്ട് സൂചി എടുക്കുക. ബാക്കോട്ട് വീണ്ടും തയ്യലിടുക. ഈ ഒരു രീതിയിൽ ആണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്മൾ മെഷീനിൽ അടിച്ച് അതേ രീതിയിൽ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. മെഷീനിൽ വരുന്ന സ്റ്റിച്ചാണ് ഈ ഒരു ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചുരിദാറും ബ്ലൗസും അതുപോലെ ഉടുപ്പും ഒക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ആ ഓർഗാനിക്കിൽ ചെയ്തതൊക്കെ ഞാൻ എൻ്റെ കൈകൊണ്ട് തയ്ച്ചെടുത്തതാണ്. അതിൻ്റെ മുകളിൽ വർക്കും ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു 2 സ്റ്റിച്ച് മാത്രം മതി. അപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 2 സ്റ്റിച്ച് പഠിച്ചാൽ നമുക്ക് വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങൾ തുന്നിയെടുക്കാനായിട്ട് പറ്റും.
തുന്നി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാനം തുന്നി കഴിയുന്ന സമയത്ത് ആ ഒരു കെട്ടിടുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊരു സ്റ്റിച്ചായാലും അത് ഒരു കെട്ടിട്ട് കൊടുക്കണം, എന്നാലേ നമുക്കത് നല്ല രീതിയിൽ കിട്ടുള്ളൂ, അത് കഴിയാതെ പോവുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ നൂല് അറ്റിച്ച് പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ബേക്കിൽ നിന്ന് മുന്നോട്ടെടുത്ത് ഇങ്ങനെ തുന്നി പോയാൽ നമുക്ക് ബാക്ക് സ്റ്റിച്ച് നല്ല വൃത്തിയിൽ കിട്ടും. ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരടിപൊളി ടിപ്സാണ്. നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു 2 സ്റ്റിച്ച് പഠിക്കുന്നതിലൂടെ എളുപ്പമാണ് ഈ 2 സ്റ്റിച്ചും. ഒരുപാട് സ്റ്റിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. അതിൽ എളുപ്പമുള്ള 2 സ്റ്റിച്ചാണ്, തയ്യലിന് മാത്രം ഉപയോഗിക്കുന്ന 2 സ്റ്റിച്ചാണ് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും. പിന്നെ തയ്യലിനാണ് ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്നത്. നമുക്ക് എംബ്രോയ്ഡറി വർക്കിനും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളായിട്ട് ഇനി വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.